കൃഷ്ണേ, ഇന്നമ്മ രാവിലെ ഒന്ന് തലചുറ്റി വീണു. കുഴപ്പമൊന്നുമില്ലെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ ഭക്ഷണം കൊടുക്കാൻ ചെന്നപ്പോ അമ്മയ്ക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. അയ്യോ, എന്നിട്ട് നിന്നെ വിളിച്ച് പറയാന്ന് പറഞ്ഞപ്പോ അമ്മ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റാത്തോണ്ടാ ഇപ്പൊ നിന്നെ വിളിക്കുന്നെ. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്രശ്നമാടി. നിനക്ക് ജോലി സ്ഥലത്ത് നിന്നൊന്നും വരാൻ പറ്റുമോ? അമ്മയുടെ കാര്യല്ലേ, വരാണ്ട് പിന്നെ എങ്ങനെയാ? ഞാൻ ലീവ് പറഞ്ഞിട്ട് ഉടനെ എത്താം. ഞാൻ വിളിച്ചതിനെ ഇപ്പൊ എന്നോട് ബഹളം വെക്കും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ വന്നോളാം. ശരി. ചേച്ചി, സിത്താരമ്മയുടെ എവിടെ? എന്തോട്ടി? എന്റെ കൂട്ടുകാരി ഇപ്പൊ വിളിച്ചിരുന്നു. എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, എനിക്കിപ്പോ പോണം. അതിപ്പോ എങ്ങനെയാ? എന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്നാ പറഞ്ഞ. അതിന് ഞാനല്ലാതെ വേറെ ആരെ പോകുന്നേ? എന്താ എന്താ ഇവള് ബഹളം വെക്കുന്നത്? എന്താ സിനി? മാഡം, എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാണ്ട് കിടക്ക. എന്റെ കൂട്ടുകാരി ഇപ്പൊ വിളിച്ചിരുന്നു. എനിക്ക് ഇപ്പൊ തന്നെ നാട്ടിലേക്ക് പോണം. നാട്ടിലേക്ക് പോവാനോ? അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ആരാ ചെയ്തു തീർക്കണ്ടേ? അതൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോ പോയേ പറ്റുള്ളൂ. നിന്റെ അമ്മയ്ക്ക് വയ്യാന്ന് നീ പറഞ്ഞതല്ലേ? അപ്പൊ പിന്നെ ഇതൊക്കെ നാച്ചുറൽ അല്ലേ കുട്ടി? ഇത്രയും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവിടുന്ന് പോകാൻ പറ്റില്ല. മാഡത്തിനാണിത് നിസ്സാര കാര്യം, എനിക്കത് അങ്ങനെയല്ല. ഞാനേ എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാ ജീവിക്കുന്നത്. മാഡം പറഞ്ഞ ഈ വേഷം കിട്ടിയത് പോലും എന്റെ അമ്മയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ. കൃഷ്ണ, എനിക്ക് പോയേ പറ്റൂ. അക്കാര്യത്തിൽ ഒരു മാറ്റവും. ഞാനൊരു കാര്യത്തിന് ഒരാൾക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളെ കൊണ്ട് ആ ജോലി എങ്ങനെ ചെയ്യിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാഡം എനിക്കെന്ന പൈസയിൽ നിന്നും ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. അതിന്റെ അക്കൗണ്ടിൽ തന്നെയുണ്ട്. അമ്മയെ കണ്ട് തിരിച്ചു വന്നിട്ട് അത് ഞാൻ മാഡത്തിന് തന്നെ തിരിച്ചേൽപ്പിക്കാം. സ്വന്തം അമ്മയുടെ അടുത്ത് പോവാൻ പറ്റാത്ത സൗഭാഗ്യമൊന്നും എനിക്ക് വേണ്ട. കൃഷ്ണ, അമ്മയ്ക്ക് അവിടെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ തന്നെ നമുക്ക് അതിനുള്ള മാർഗങ്ങൾ നോക്കാം. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെങ്കിൽ അവിടെ വിളിച്ചു പറയാം. എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോയേ പറ്റുള്ളൂ. എന്നെ കണ്ടല്ലാതെ അമ്മയ്ക്ക് സമാധാനം കിട്ടില്ല. ഞാൻ പോവാ. എനിക്കാ തെറ്റ് പറ്റിയത്. എന്റെ പൊന്നു സാറേ, സത്യത്തില് സാർ ഒരു വിശ്വാമിത്രനായിരുന്നു. ഇളകാത്ത മനസ്സിന്റെ ഉടമ. പക്ഷേ പ്രണയത്തിന്റെ കനലുമായി ഗാഥാ മാഡം മന്ദം മന്ദം ആ കനല് സാറിന്റെ മനസ്സിലേക്ക് കോരിയിട്ടു. സാറ് ഫ്ലാറ്റ്. സത്യം പറ സാറേ, ഇപ്പോ സാറിന്റെ മനസ്സിന് ഒരു സുഖമൊക്കെ തോന്നുന്നില്ലേ? ഉണ്ടോ മണിക്കുഞ്ഞ്, ബിസിനസിന്റെ ലോകത്തിൽ നിന്ന് വേറൊരു ലോകത്തേക്ക് എത്തിയ പോലെ. പക്ഷേ സാറേ, കുറച്ചുകൂടെ കഴിയുമ്പോഴേ നമ്മുടെ ലേഡി സ്റ്റാഫൊക്കെ ഇങ്ങോട്ട് വരും. എന്റെ അടുത്ത് നീട്ടിയത് പോലെ അവർക്കൊന്നും പൂ നീട്ടിയേക്കല്ല സാറേ, പണിയാവും. ബോർഡോടുന്നു.
എന്നാ പിന്നെ ഞാൻ പോയി പ്രൊജക്ട് റിപ്പോർട്ട് എടുത്തോണ്ട് വരാം. ഉം? ആ കാര്യം താൻ തന്നെ അങ്ങ് ചെയ്താൽ മതി. എനിക്കിവിടെ വേറെ ഇഷ്ടം പോലെ ജോലിയുണ്ട്. ഉം. ആ ജോലി എനിക്ക് മനസ്സിലായി. നടക്കട്ടെ സാറേ. എന്റെ സാർ ഒരു പച്ചയായ മനുഷ്യനായിരിക്കണം, അത് മതി. മാം, നാൻസി ഇപ്പൊ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. മാം അവളോട് ഷൗട്ട് ചെയ്തു. എന്താ അവളോട് സംസാരിക്കാൻ പാടില്ലേ? എന്റെ ശമ്പളം പറ്റുന്നവരോട് എനിക്ക് സംസാരിക്കാൻ പാടില്ല സിനി? അവളുടെ ഭാഗത്ത് നിന്ന് തെറ്റായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെന്നാ പറഞ്ഞു. മാം എന്തോ ടെൻഷനിലാണെന്ന് പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ചു. കൃഷ്ണ പെട്ടെന്ന് പോയ ടെൻഷനാണ് മാമിനെന്ന് എനിക്കറിയാം. അവളൊരു നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിയല്ലേ മാം. മാമിന് ഈ സൊസൈറ്റിയിലുള്ള വില എന്താണെന്ന് അവൾക്ക് ധാരണയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടല്ല, അവളുടെ അമ്മയുടെ അതേ അഹങ്കാരാവക്ക്. അവളുടെ അമ്മയ്ക്ക് അസുഖമാണ് പോലും. അത് എനിക്കെന്താ? അവള് ചാവേണ്ടവള് തന്നെ. നീറി നീറി ചത്തൊടുങ്ങേണ്ടവളാ. അത്രയ്ക്ക് ഉപദ്രവിച്ചതെന്നെ. അതൊന്നും കൃഷ്ണയ്ക്ക് അറിയില്ലല്ലോ മാം. സത്യത്തിൽ ഇങ്ങനൊരു കാര്യം നമ്മൾ പറഞ്ഞപ്പോ ആ കുട്ടി സമ്മതിച്ചത് തന്നെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയല്ലേ. അപ്പൊ പിന്നെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറയുമ്പോ അവൾ ഓടിപ്പോയില്ലേ? ഒരിക്കൽ അമ്മയെ സഹിച്ചു, ഇപ്പൊ മോളെ. അമ്മയ്ക്ക് എന്റെ ജീവിതത്തിൽ വേട്ടയിടാൻ പറ്റി, പക്ഷെ മോക്ക് അതിനുള്ള അവസരം ഞാൻ കൊടുക്കില്ല.